നമസ്കാരം. ഇന്ന് നടന്ന ASM പരീക്ഷയിലെ മാത്സ് ക്വസ്റ്റ്യൻ 10 നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. രഘു ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ആദ്യ ഗഡുവായി രഘു 1000 രൂപ തിരിച്ചടച്ചു. അത്ര ഇവിടെ നിൽക്കട്ടെ. അപ്പൊ ആദ്യം രഘു 1000 രൂപ അടച്ചു. 1000 രൂപ. അടുത്ത സെന്റൻസ് ഒന്ന് വായിച്ചാലോ. ഓരോ മാസവും ഗഡു 150 രൂപ വീതം വർദ്ധിപ്പിച്ചു. ഓക്കെ, എന്നുവെച്ചാൽ ഓരോ മാസവും 150 രൂപ വീതം വർദ്ധിപ്പിച്ചു. അപ്പൊ ആദ്യം 1000 രൂപ അടച്ചെങ്കിൽ അടുത്ത മാസം 1150 രൂപ അടച്ചെന്ന അർത്ഥം. വീണ്ടും 150 രൂപയും കൂടെ വർദ്ധിച്ച് 1300 രൂപ അടച്ചു. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക നമ്മുടെ രഘു. ആദ്യം ഗഡുവായി 1000 രൂപ അടച്ചു, പിന്നെ 150 രൂപ കൂട്ടി അടച്ചു. ഓരോ മാസവും 150 രൂപ വീതം വർദ്ധിപ്പിച്ചു. അപ്പൊ 1150, 1300, 1450 അങ്ങനെ പോകും. 30ാമത്തെ ഗഡുവായി രഘു തിരിച്ചടയ്ക്കുന്ന തുക എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ 30ാമത്തെ ഗഡു ഇതൊരു AP അല്ലേ, സമാന്തര ശ്രേണി. ഒരു ആദ്യപദം ഉണ്ട്, അതിനോടൊപ്പം 150 ഇങ്ങനെ കൂടി പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 30ാം പദം കണ്ടെത്തണം. ഒരു സമാന്തര ശ്രേണിയിലെ n-ാം പദം കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. ഇതിനകത്തെ 30ാമത്തതാ നമുക്കറിയേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 30 തൊട്ട് 150 കൂട്ടിക്കൊണ്ടിരിക്കാം. അല്ലെങ്കിൽ 30ാം പദം സമാന്തര ശ്രേണി വെച്ച് നമുക്ക് കണ്ടെത്താം. a+n-1 × d. ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പം ഇതിന്റെ 30ാം പദം നമുക്ക് കണ്ടുപിടിക്കാൻ ഏത് റിസൾട്ട് ഉപയോഗിച്ചാൽ മതി? a+ ഈ 30 ൽ നിന്ന് 1 കുറയണം കേട്ടോ. n-1 × d എന്നാ. അപ്പൊ 30 ൽ നിന്ന് 1 കുറഞ്ഞാൽ 29d. ഇത്രയേ ഉള്ളൂ. ഇവിടെ a എന്ന് പറഞ്ഞാൽ ആദ്യ പദം, അത് 1000 ആണ്. d എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് 150. അപ്പൊ a എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു? 1000 പ്ലസ് 29 × d. d എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത്. ഓക്കെ, അപ്പൊ നമുക്ക് 30ാം പദം കിട്ടും. അപ്പൊ 30ാമത്തെ ഗഡുവായി നമ്മുടെ രഘു എത്ര അടച്ചെന്നാ ചോദ്യം. ക്ലിയർ അല്ലേ? അപ്പൊ 1000 അവിടെ നിൽക്കട്ടെ. 29 × 150. അപ്പൊ 29 × 15 ചെയ്യാം. 9 × 5 45, 4 I2 10, 4 14, 9 9, 1 2 2, 5 9 4 13, 1 2 1 3 1 4. ഇവിടെ ഒരു 0 കൂടെ ഉണ്ടായതുകൊണ്ട് 4350 എന്ന് കിട്ടും. 4350. ഓക്കെ, അപ്പൊ 4350 1000 കൂടെ കൂട്ടപ്പം 5350 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. ഓപ്ഷൻ D ആണ് ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബ കോണിലായിരിക്കും? ലംബം അതായത് മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ലംബം അഥവാ 90 ഡിഗ്രി ആവും? ഓക്കെ, അത് 44 തവണയാണ് കേട്ടോ. 44 തവണ. കാണാതെ പഠിക്കണം. ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പൊക്കോ. അതിന് മുമ്പായിട്ട് ചെറിയൊരു ഇൻഫർമേഷൻ തരാം. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മുടെ മണിക്കൂർ മിനിറ്റ് സൂചികൾ 0 ഡിഗ്രി ആവും? 0 ഡിഗ്രി ആവുമെന്ന് വെച്ചാൽ ഒരുമിക്കുക, അല്ലെങ്കിൽ ഒരേ ദിശയിൽ വരും. ഒരേ ദിശയിൽ വരും. അത് എത്ര തവണ എന്ന് വെച്ചാൽ 22 തവണയാണ്. ഇപ്പൊ എക്സാമ്പിൾ 12 മണിയാണ് ഇതിന് കേട്ടോ. എക്സാമ്പിൾ 12 മണി. ഈ ലംബത്തിന് എക്സാമ്പിൾ 3 മണിയുണ്ട്, 9 മണിയുണ്ട്. ലംബത്തിന് 90 ഡിഗ്രി ആയിരിക്കുന്ന 3 മണി. 12 മണി നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇങ്ങനെ ഇരിക്കും. ശരി, ഇനി ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ 180 ഡിഗ്രി ആവും എന്ന് വെച്ചാൽ എതിർദിശ വരും. എതിർദിശ അതും 22 തവണ തന്നെയാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യത്തിന്റെ ഉത്തരം 44 ആണ്. ഒരു ദിവസം എത്ര പ്രാവശ്യം 90 ഡിഗ്രി ആവും എന്നുള്ളത് 44 ആണ്. ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ നേർരേഖയിൽ വരും? നേർരേഖ. ഇപ്പൊ നേർരേഖയിൽ വരുന്നത് യഥാർത്ഥത്തിൽ ഒരുമിച്ച് നിൽക്കുന്നത്. നേർരേഖ എന്ന് പറഞ്ഞാൽ ഒരു വര വരയ്ക്കപ്പോൾ അതിനകത്ത് ഇരിക്കണം മണിക്കൂർ മിനിറ്റ് സൂചികൾ. അപ്പൊ 12 മണി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നേർരേഖയല്ലേ. എതിർദിശയ്ക്ക് എക്സാമ്പിൾ 6 മണി. 6 മണി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത് നേർരേഖയല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാ 22 44 തവണ. അപ്പൊ സംഭവങ്ങൾ മനസ്സിലായില്ലേ? അതായത് ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ ലംബമാവും? ഒറ്റ ഉത്തരം 44 തവണ. നമ്മുടെ ചോദ്യം ലംബകോണിലായിരിക്കുന്നത് എത്ര തവണ എന്നാണ്. ഓപ്ഷൻ C ആണ് 44 തവണ. കൂട്ടത്തിൽ പഠിച്ചു വെക്കണം. ഒരുമിക്കുന്നത് എത്ര തവണ? 22 തവണ. എതിർദിശയിൽ വരുന്നത് എത്ര തവണ? 22 തവണ. മീൻസ് 180 ഡിഗ്രി ആവുന്നത് 22 തവണയാണ്. 0 ഡിഗ്രി ആവുന്നത് 22 തവണയാണ്. 90 ഡിഗ്രി ആവുന്നത് 44 തവണയാണ്. നേർരേഖയിൽ വരുന്നതും 44 തവണ തന്നെയാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. WFB TGD QHG ഡാഷ് അടുത്ത ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കണം.
നമുക്ക് ഓരോ നമ്പർ ഇട്ട് കൊടുത്താലോ. A1, B2, C3, D4 അങ്ങനെ പോവാന്നെ. W23ാമത്തെ ലെറ്റർ ആണ്. T20ാമത്തെ ലെറ്റർ ആണ്. Q17ാമത്തെ ലെറ്റർ ആണ്. ഒന്ന് നോക്ക്. 23 20ആയി. എന്ത് സംഭവിച്ച്? ആദ്യത്തെ ലെറ്റർ മാത്രം ആദ്യം നോക്കാം കേട്ടോ. അപ്പൊ 23 20ആയി. എന്ത് സംഭവിച്ച്? 3 കുറഞ്ഞ്. 20 17ആയി. എന്ത് സംഭവിച്ച്? അവിടെയും 3 കുറഞ്ഞ്. അപ്പൊ 17ൽ നിന്ന് 3 കുറച്ചാൽ 14 കിട്ടും. 14ാമത്തെ ലെറ്റർ N. അപ്പൊ നമ്മുടെ ഉത്തരം എന്നിൽ തുടങ്ങുന്നതായിരിക്കും. എന്നിൽ തുടങ്ങുന്ന എയും ബിയും ഉണ്ട്. എന്തായാലും ഓപ്ഷൻ സിയോ ഡിയോ അല്ല. നിങ്ങൾ നോക്ക്, എയുടെയും ബിയുടെയും നടുക്കത്തെ ലെറ്റർ ഐ ആണ്. അപ്പൊ പിന്നെ നിങ്ങൾ നടുക്കത്തുള്ള ആളെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൽ ആരാണെന്നാണല്ലോ കൺഫേം ചെയ്യേണ്ടത്. രണ്ടിന്റെ നടുക്ക് ഐ തന്നെയാണ്. ഇനി ലാസ്റ്റ് ലെറ്റർ മാത്രം ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഒന്ന് നോക്കിയാലോ. ബിയുടെ ലെറ്റർ 2 ആണ്. ഡിയുടെ ലെറ്റർ 4 ആണ്. ബി 2 എന്ന് പറഞ്ഞാൽ എ ബി രണ്ടാമത്തെ ലെറ്റർ, ഡി 4ാമത്തെ ലെറ്ററാ, ജി 7ാമത്തെ ലെറ്റർ. എന്ത് സംഭവിച്ച്? 2 4 ആയി. എന്ത് സംഭവിച്ച്? 2 കൂടി. 4 7 ആയി. 3 കൂടി. 2 കൂടി 3 കൂടി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി 4 കൂടട്ടെ. ഓക്കെ അല്ലേ? അപ്പൊ 7 4 11. 11ാമത്തെ ലെറ്റർ ആര്? കെ. അപ്പൊ കെ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? തീർന്ന്. ഓപ്ഷൻ എ നമ്മൾ കറുപ്പിച്ച്. നടുക്കുള്ള ആളെ ചുമ്മാ നോക്കിയാലോ നമുക്ക്. എഫ് 6ാമത്തെ ലെറ്റർ ആണ്. ജി 7ാമത്തെ ലെറ്റർ ആണ്. 6 7. എച്ച് 8ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ ഐ 9ാമത്തെ ലെറ്റർ. ഓക്കെ, ഇത്രയേ ഉള്ളു. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ഉത്തരം NIK. 4ാമത്തെ ചോദ്യം. 5 16 51 158 അടുത്ത പദം ഏത്? ഓപ്ഷൻ 4 കിടപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 5 നിന്ന് 158 പോയാൽ ഇത് മൾട്ടിപ്ലിക്കേഷൻ സീരീസുമായിട്ട് ബന്ധം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ വലിയ 2 സംഖ്യകളുടെ ഇതിന്റെ ഇരട്ടിയിൽ കൂടുതലാണ് ഇതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സീരീസുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അല്ലെ തന്നെ 50 ആണെന്ന് വിചാരിച്ചോ. 50 × 3 150 അല്ലേ ഇത്? 16 3 48 അല്ലേ? 5 3 15 അല്ലേ? 5 3 15 അതിനോടടുത്തുള്ളൊരു നമ്പർ അല്ലേ ഇത്? 16 3 48 അതിനോടടുത്തുള്ളൊരു നമ്പർ അല്ലേ ഇത്? 51 3 153 അതിനോടടുത്തുള്ളൊരു നമ്പർ അല്ലേ ഇത്? അപ്പൊ 3ന്റെ ഒരു മൾട്ടിപ്ലിക്കേഷന്റെ ഒരു കണക്ഷൻ കാണുന്നില്ലേ? നമുക്ക് ചുമ്മാ നോക്കിയാലോ. ഈ 5നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് 15 ആണ്. ആ 15നോടൊപ്പം 1 കൂട്ടപ്പോഴാണ് നമുക്ക് ഈ 16 കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്? 3 കൊണ്ട് ഗുണിച്ചു, 1 കൂട്ടി. ഇനി അടുത്തത് 16നെ നമുക്ക് വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 16നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും. പക്ഷെ 51 ആവണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 3 കൂട്ടണം. അപ്പൊ 48 + 3 എത്ര? 51. ഇനി അടുത്തത് 51നെ ഒന്ന് 3 കൊണ്ട് മൾട്ടിപ്ലൈ. 51നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 153 കിട്ടും. പിന്നെ എത്ര കൂട്ടപ്പോഴാണ് 158 എത്തുന്നത്? 5 കൂട്ടപ്പോഴല്ലേ? അപ്പൊ 158. അപ്പൊ തന്നെ നിങ്ങൾക്ക് ബന്ധം മനസ്സിലായില്ലേ? ഫസ്റ്റ് വൺ ഗുണിക്കേണ്ടതെല്ലാം 3 കൊണ്ടാണെങ്കിലും കൂട്ടേണ്ടത് ആദ്യം 1, പിന്നെ 3, പിന്നെ 5. അതായത് ഒറ്റ സംഖ്യകൾ. അതാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത 158നോടൊപ്പം 3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 158 × 3 3 24 2 3 5 15 16 17 1 1 3 3 1 4 474 എന്ന് കിട്ടും. ഇനി നമുക്ക് കൂട്ടേണ്ടതോ 1 3 5. ഇനി കൂട്ടേണ്ടത് 7 ആണ്. അപ്പൊ 474 + 7 481. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. ഓപ്ഷൻ സി ഉത്തരം. ഓക്കെ അല്ലേ? അപ്പം 150 24 470 15 45 450 24 474 481. ഓക്കെ. 5ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. SORE ഇങ്ങനെയൊക്കെ കിടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് ആൾറെഡി റോസ് ആണ്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ റോസ്. ROS റോസ്. റോസ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂ. ഇത് നോക്ക്. SOTLU. ഇതിന്റെ സ്പെല്ലിങ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ലോട്ടസ് എന്ന് വായിക്കാൻ പറ്റും. ഇതിന് ലോട്ടസ് താമരയല്ലേ? താമര. ഇതെന്തോന്ന്? ജാസ്മിൻ. GAS ജാസ്മിൻ. ജാസ്മിൻ മുല്ലപ്പൂ. താമര റോസ്. ഇത് NORGAE ഓറഞ്ച് അല്ലേ? ഇത് ഓറഞ്ച്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഇതിനകത്ത് ഒറ്റയാനാരാ? ഓറഞ്ച് അല്ലേ? ഓറഞ്ച്. ഓറഞ്ച് എന്ന് പറഞ്ഞാല് ഒരു ഫ്രൂട്ടാണ്. ഇത് 3 പൂക്കളല്ലേ? റോസ്, ലോട്ടസ്, ജാസ്മിൻ. ഓക്കെ. അപ്പം ഓപ്ഷൻ ഡി ആവണ ഉത്തരം കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ഞാൻ ഓപ്ഷൻ ഡി പറയുകയാണ്. ഇനി ഇത്
ലോട്ടസിന് വെള്ളത്തിൽ വളരുന്നതാണ്, ബാക്കിയെല്ലാം കരയെ വളരുന്നതാണ് എന്നുള്ളതെങ്ങാണം വെച്ച് ഇനി അത് ആണോ എന്ന് അറിഞ്ഞൂടാ. എന്നിരുന്നാൽ പോലും ഇത് ഓറഞ്ച് ഒരു ഫ്രൂട്ടാണ്, ഇത് 3 പൂക്കളാണ്. അപ്പോൾ ഓട് 1 ഒറ്റയാൽ ഓപ്ഷൻ ഡി ഓറഞ്ച്. ആറാമത്തെ ചോദ്യം, 16/4/2020 തുടങ്ങി 9 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതി ഏത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങുന്നത് 16/4/2020 ശരിയല്ലേ? നമുക്ക് നോക്കാം. 4 കഴിഞ്ഞ് 5 അടുത്ത, ഇത് 4 മാസം മീൻസ് ഏപ്രിലാണ്. ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ മെയ് ആകുമ്പോൾ 1 മാസമാവും കേട്ടോ. ഇത് ഏപ്രിലാണ്, മെയ് ആകുമ്പോൾ 1 മാസം. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അടുത്ത വർഷത്തിലേക്ക് കയറുവാണ് ജനുവരി. അപ്പൊ അടുത്ത വർഷം ജനുവരി ആവുമ്പം 9 മാസമാവും. ഓക്കെ, അടുത്ത വർഷമാണ് 2021. പക്ഷേ 9 മാസം പൂർത്തീകരിക്കുന്നത് ഇതിന്റെ പ്രീവിയസ് തീയതിയിലായിരിക്കും കേട്ടോ, പ്രീവിയസ് തീയതിയിൽ. അപ്പൊ ഇത്ര ആവുമ്പോഴാണ് യഥാർത്ഥത്തിൽ 9 മാസം ആവുന്നത്. 9 മാസം. ഒന്നുകൂടെ 16/4/2020 തൊട്ട് നമ്മൾ മുമ്പോട്ട് മാസങ്ങൾ എണ്ണി പോവാണ്. അപ്പം ഈ തീയതി എപ്പോഴും നോക്കണം. ഈ തീയതിയിൽ എത്തപ്പോഴല്ല മാസം കംപ്ലീറ്റ് ആവുന്നത്, ഇതിന്റെ പ്രീവിയസ് തീയതിയിൽ എത്തപ്പോഴാണ് മാസം കംപ്ലീറ്റ് ആവുന്നത്. അത് മനസ്സിൽ വെച്ചേക്കുക. അപ്പം 4 എന്ന് പറഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലാണ്. അപ്പൊ ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് ആവുമ്പോഴാണ് 1 മാസം ആവുന്നത്. ഇത് ഏപ്രിലാണേ. ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആവുമ്പോൾ 1 മാസം. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അടുത്ത വർഷം 2020 കഴിഞ്ഞ് 21 ജനുവരി. അപ്പൊ ജനുവരി മാസം ഒന്നാം മാസം 2021 കടക്കപ്പോൾ 9 മാസവും. പക്ഷെ തീയതി നിങ്ങൾ പരിഗണിക്കേണ്ടത് ഇതിന്റെ പ്രീവിയസ് തീയതിയാണ്, 15. അപ്പൊ 15/1/2021 അപ്പം 9 മാസവും. പക്ഷെ നമുക്കിടെ അടുത്ത് 9 മാസം 5 ദിവസവും വേണം. അപ്പം 5 ദിവസം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി 16/1 കിടപ്പുണ്ട്, 17/1 കിടപ്പുണ്ട്, 18/1 കിടപ്പുണ്ട്, 19/1 കിടപ്പുണ്ട്. ഇപ്പൊ 4 ദിവസമായി 20/1 ആവും. ഇപ്പൊ 20/1/2021 ആവുമ്പം 5 മാസവും. ഓക്കെ, 20/1/2021. അപ്പൊ 20/1/2021 ഉണ്ടല്ലോ, ഓപ്ഷൻ ഡി. ഇവിടെ എത്തപ്പോഴാണ് 5 ദിവസം ആവുന്നത്. 5 ദിവസം. 1, 2, 3, 4, 5. അപ്പൊ ഇതിന്റെ പ്രീവിയസ് ഡേറ്റിൽ വെച്ച് വേണം മാസം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ എഴുതാൻ. ഓക്കെ, അപ്പൊ 16ന്റെ തൊട്ട് പിറകിൽ 15/1/2021 അപ്പൊ 9 മാസം. പിന്നെ 16, 17, 18, 19, 20. 1, 2, 3, 4, 5. 5 ദിവസം. അപ്പൊ 9 മാസം 5 ദിവസം ആവുന്ന തീയതി ഏത് തീയതിയാ? ഈ തീയതി ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി എഴുതാം. 20/1/2021. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ചോദ്യം. ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 മീറ്റർ 75 സെന്റിമീറ്ററും 8 മീറ്റർ 25 സെന്റിമീറ്ററുമാണ്. തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ടൈലിന്റെ സാധ്യമായ ഏറ്റവും വലിയ വലിപ്പം കാണുക. സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഓപ്ഷൻ നോക്കാൻ നേരത്ത് എല്ലാ 20x20, 25x25, 30x30, 15x15 സ്ക്വയർ ടൈലുകളാണ്. സ്ക്വയർ. ഓക്കെ, ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറയട്ടെ. ഒരു തറയുടെ നീളവും വീതി എന്നാ പറഞ്ഞേക്കുന്നത്. ഇത് നമുക്ക് ഒറ്റ യൂണിറ്റിലോട്ടൊന്ന് മാറ്റാം. അതിന്റെ നീളം 10 മീറ്റർ 75 സെന്റിമീറ്റർ ആണ്. ഈ 10 മീറ്റർ 75 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഫുൾ നമുക്ക് സെന്റിമീറ്ററിലോട്ട് മാറ്റാം. 10 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 10 മീറ്റർ 1000 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 1000 സെന്റിമീറ്ററും പിന്നെ 75 സെന്റിമീറ്ററും, അങ്ങനെ ടോട്ടലി 1075 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം. അപ്പൊ 1075 സെന്റിമീറ്റർ ആണ് അതിന്റെ നീളം. അത്ര ഓക്കെ ആണേ. ഇനി അതിന്റെ വീതി എന്ന് പറഞ്ഞാൽ 8 മീറ്റർ 25 സെന്റിമീറ്റർ ആണ്. ഇതേപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 8 മീറ്റർ എന്ന് പറഞ്ഞാൽ 800 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 800 സെന്റിമീറ്ററും പ്ലസ് ഒരു 25 സെന്റിമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ 825 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? അതാണ് അതിന്റെ വീതി. അപ്പൊ നമുക്ക് ഇതിനകത്ത് ടൈലുകൾ പാകണം. ഓപ്ഷൻ പ്രകാരം എല്ലാം സ്ക്വയർ ടൈലുകളാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നമ്മളൊരു ഇതിനകത്ത് ടൈലുകൾ പാകുമ്പോൾ ഏറ്റവും വലിയ ടൈലിന്റെ അളവാ ചോദ്യം. അപ്പൊ ഓപ്ഷൻ പ്രകാരം ഏറ്റവും വലിയ അളവ് 30x30. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 30ന്റെ മൾട്ടിപ്പിൾ ആണോ ഇതെന്ന് നോക്കിയാൽ മതി. അപ്പൊ 30 സെന്റിമീറ്റർ വീതിയുള്ള കുറെ ടൈലുകൾ നമ്മൾ ഇവിടെ പാകുവാണെങ്കിൽ നമ്മളിങ്ങനെ പാകി ഇവിടെ എത്തപ്പോൾ ഫിനിഷ് ചെയ്യണം. ഇതിനകത്ത് കട്ട് ചെയ്ത് മാറ്റല്ലേ.
കട്ട് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. ആ ചോദ്യത്തിൽ ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അതാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. ഇതിവിടെ പാകാൻ കഴിയുന്ന ഏറ്റവും വലിയ ടൈലിന്റെ വലിപ്പം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ 30ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ ഈ 1075 നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 30ന്റെ ടൈലുകൾ ഈ ഭാഗത്ത് പാകി ഒതുക്കാൻ പറ്റും. ഇനി 30ന്റെ മൾട്ടിപ്പിൾ ആണോ 825 കൂടെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30ന്റെ സൈഡിലുള്ള ടൈലുകളെ നമുക്ക് പാകാൻ പറ്റും. പക്ഷെ 30ന്റെ മൾട്ടിപ്പിൾ എല്ലാം 0-ത്തിലല്ലേ അവസാനിക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലല്ലോ. ഇത് നമ്മുടെ ഉത്തരവല്ല. അല്ല. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ പ്രകാരം വലുതുള്ളത് 25 സെന്റിമീറ്ററാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 25ന്റെ മൾട്ടിപ്പിൾ ആണോ 1075? ആണല്ലോ. 25ന്റെ മൾട്ടിപ്പിളുകൾ എപ്പോഴും 25, 50, 75, 20 ഇതിനകത്ത് അവസാനിക്കും. അപ്പൊ 25ന്റെ മൾട്ടിപ്പിൾ അല്ലേ ഇത്. അപ്പൊ 25ന്റെ ടൈലുകളെ നിങ്ങൾ ഇങ്ങനെ അടുക്കി 25 സെന്റിമീറ്റർ ഉള്ള ടൈലുകളെ നിങ്ങൾ ഇങ്ങനെ അടുക്കി വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഭാഗം നന്നായിട്ട് പാകി തീർക്കാം. ഇനി 25ന്റെ മൾട്ടിപ്പിൾ അല്ലേ 825, കാരണം അത് 25-ലല്ലേ അവസാനിക്കുന്നത്. 25ന്റെ മൾട്ടിപ്പിളുകൾ നിങ്ങൾ എടുത്താൽ ഒന്നുകിൽ 25-ൽ അവസാനിക്കും, അല്ലെ 50-ൽ അവസാനിക്കും, അല്ലെ 75-ൽ അവസാനിക്കും, അല്ലെ 20-ൽ അവസാനിക്കും. മീൻസ് 100ന്റെ ഗുണിതങ്ങളല്ല 25ന്റെ ഗുണിതങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് അടുക്കി തീർത്തൂടെ? യഥാർത്ഥത്തിൽ 25 സെന്റിമീറ്റർ ഉള്ള ടൈലുകൾ ഇവിടെ അടുക്കി തീർത്തൂടെ? അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ബി. സംഭവം മനസ്സിലായോ? ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ഒരു വഴി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ എന്ത് ചെയ്താൽ മതി? HCF കണ്ടുപിടിച്ചാൽ മതി. HCF. അപ്പൊ അതിനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് സമയം പിടിക്കും. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ HCF കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ അത്? അതിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ. 30ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ ഈ 1075. വെട്ടിയെടുത്ത് കളയാം. 25ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ ഈ 1075. 25ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ 825. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്ത് നമുക്ക് പാകാൻ കഴിയുന്ന ടൈലുകളുടെ ഏറ്റവും വലിയ അളവ് 25 സെന്റിമീറ്റർ × 25 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ HCF കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യം. 9808 × 625. അതിനെ ഈ ഓപ്ഷൻ പ്രകാരം എന്ത് എഴുതാനാ? നമുക്കിട്ട് മൾട്ടിപ്ലൈ അല്ലാതെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 98 അല്ലാതെ മാർഗമുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് ഇതിനകത്ത് ഏറ്റവും നല്ല വഴി. 8 5 40 0 4. 8 5 40 0 4. 9 5 45 4 49. 8 2 16 1 0 1. 8 2 16 1. 9 2 18 1 19. 6 8 48 8 4 0 4. 6 8 48 4. 9 6 54 54 4 58. ഓക്കെ അല്ലേ? 0 6 4 10 1. 8 1 9 1 10 1. 9 1 10. 6 4 10 19 20 0 2. 8 4 12. 12 9 21 2 23 3 1. 8 2 10. 2 2. ഇവിടെ 2 അല്ലേ മാറ്റി വെച്ചേ. അപ്പം 2 ഇവിടെ കേട്ടോ. അപ്പൊ 8 2 10 11 1. 5 1 6. ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, എന്നാലും സാരമല്ല. അപ്പൊ ഇത്രയും സാധനം നമുക്ക് കിട്ടും. എത്ര കിട്ടും? 6 1 3 0 0 0 0. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവര് 10⁵5 എന്നാ എല്ലായിടത്തും എഴുതിയേക്കുന്നത്. 10⁵5. ഓക്കെ. അപ്പൊ അത് എല്ലാ ഓപ്ഷനും 10⁵5 എന്നുണ്ട്. ഇവയൊന്നും അല്ല എന്ന് നമ്മൾ കൂട്ടുന്നില്ല. 10⁵5. ഇവിടെ ആൾറെഡി 4 0 ഉണ്ട്. അപ്പൊ 10⁵4 വകുപ്പുണ്ട്. അപ്പൊ 10⁵5 ആവണമെങ്കിൽ ഈ സാധനം ഇതെടുക്കപ്പം 10⁵1 10⁵2 10⁵3 10⁵4 ഇവിടം വരെ എത്തപ്പം 10⁵4. അപ്പൊ ഇതിനെയും കൂടെ ചേർത്തെടുക്കുമ്പോൾ 10⁵5 ആവും. മീൻസ് ഇവിടെ ഡെസിമൽ വരും. അതായത് 61.3 × 10⁵5 എന്ന് എഴുതാം നമുക്ക്. മനസ്സിലായോ? 10⁵5. അതായത് ഇതാ നിങ്ങൾ എടുക്കുന്നെങ്കിൽ, ഇവിടെ നിങ്ങൾ ഡെസിമൽ വെക്കുന്നെങ്കിൽ ഈ 0 മായ്ച്ചു കളഞ്ഞിട്ട് 10⁵1 എന്ന് എഴുതിയാൽ മതി. × 10⁵1. ഓക്കെ. 2 0 എടുക്കുകയാണെങ്കിൽ 10⁵2. 3 എണ്ണം എടുക്കുകയാണെങ്കിൽ ഇവിടെ ആണ് ഡെസിമൽ ഇടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 10⁵3. ഇവിടെ ആണെങ്കിൽ 10⁵4. ഇവിടെ ആണെങ്കിൽ 10⁵5. അപ്പൊ 61.3 × 10⁵5. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. 61.3 × 10⁵5. ഓപ്ഷൻ സി ഉണ്ട്. ഓപ്ഷൻ സി. പിന്നെ വേറൊരു വഴി, ബുദ്ധിപരമായൊരു നീക്കം വേണമെങ്കിൽ നടത്താം കേട്ടോ. ഒന്ന് നടത്തി കാണിച്ചു തരട്ടെ. ചുമ്മാ നടത്തി കാണിച്ചു തരാം. വെറുതെ ഒന്ന് നടത്താം. ശ്രദ്ധിക്ക്. ചുമ്മാ
ഈ 9808 ഇൻറ്റു ഈ 625 എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 25 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ മുകളിലും താഴെയും ഒരു 2 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 4 കൊണ്ട്. ഓക്കെ, ഈ കാൽക്കുലേഷൻ ചെയ്യാതെ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 25 ഇൻറ്റു 4 100 ആണ്. 25 ഇൻറ്റു 4 100 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. 9808 ഇൻറ്റു 100 ഇൻറ്റു 100 മീൻസ് 10⁴ വന്ന് 1 2 3 4 10⁴ വന്ന് ബൈ 16. ഇനി ഇതിനെ 16 കൊണ്ടൊന്ന് ഹരിച്ചാൽ മതി. 9808 ബൈ 16 നോക്കിയാലോ. 16 5 80. 16 6 എന്ന് പറയുമ്പോൾ 60 80 10 96 വരും. 96. ബാക്കി 2 0. ഒരു 16 16 4 8 6 3 18 സോറി 48. 16 3 48 അല്ലേ? 0 613 എന്നിട്ട് ഇതിനെ 16 കൊണ്ട് ഹരിക്കപ്പോൾ 613 ഇൻറ്റു 10⁴ അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ 10⁵5 വേണം. അപ്പൊ ഒരു ഡെസിമൽ ഇഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 61.3 ഇൻറ്റു 10⁵5 ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. വലിയ മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവിഷൻ നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഓപ്ഷൻ സി നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമ്പർ 9. എ, ബി എന്നീ പൈപ്പുകൾ യഥാക്രമം 12 മണിക്കൂറും 15 മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകൾ ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ചുമ്മാ ഒരു കാര്യം പഠിച്ചു വെച്ചേക്ക്. എ എന്ന് പറയുന്ന ഒരു ടാപ്പ് എക്സ് ടൈം കൊണ്ടും ബി എന്ന് പറയുന്ന ഒരു ടാപ്പ് വൈ ടൈം കൊണ്ടും ടാങ്ക് നിറയ്ക്കുകയാണെങ്കിൽ എയും ബിയും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നടക്കുന്നത് ഇത് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് വൈ ബൈ ഇത് തമ്മിൽ ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യുക. ചുമ്മാ അങ്ങ് പഠിച്ചു വെച്ചോ. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ ടാപ്പ് 12 മണിക്കൂർ എന്നാ പറഞ്ഞേക്കുന്നത്. 12 മണിക്കൂർ. രണ്ടാമത്തെ ടാപ്പ് 15 മണിക്കൂർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവർ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കുമെന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 12 ഇൻറ്റു 15 ബൈ എക്സ് പ്ലസ് വൈ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 12 15 കൂടെ ആഡ് ചെയ്ത് എത്ര? 27. നമുക്ക് 12നെ 27നെ 3 വെച്ച് കട്ട് ചെയ്യാം. അപ്പം 12നെ 3 ആയിട്ട് കട്ട് ചെയ്താൽ 4 കിട്ടും. ശരിയല്ലേ? 27നെ 3 ആയിട്ട് കട്ട് ചെയ്താൽ 9 കിട്ടും. 15നെ 9നെ 3 ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 5 3 എന്ന് വരും. 15നെ 3 ആയിട്ട് കട്ട് ചെയ്താൽ 5, 9നെ 3 ആയിട്ട് കട്ട് ചെയ്താൽ 3. അങ്ങനെ 4 5 20. 20/3 അവർ എന്ന് വരും. 20/3 അവർ. അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്നും അല്ല ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും അങ്ങ് മിനിറ്റ് ആക്കാം. മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പൊ ഇത്രയും അവർ എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആക്കി നോക്ക്. 20/3 ഇൻറ്റു 60 മിനിറ്റ്. ശരിയല്ലേ? 1 മണിക്കൂർ 60 മിനിറ്റ് ആണ്. 2 മണിക്കൂർ 2 ഇൻറ്റു 60 120 മിനിറ്റ്. 3 മണിക്കൂർ 3 ഇൻറ്റു 60 150 മിനിറ്റ്. അപ്പൊ ഇത്രയും മണിക്കൂർ ഇത്ര ഇൻറ്റു 60. അപ്പൊ ഈ 3ഉം 60 കൂടെ കട്ട് ചെയ്ത് 20 20 ഇൻറ്റു 20 400 മിനിറ്റ് എന്ന് വരും. 400 മിനിറ്റ്. 20 ഇൻറ്റു 20 400 മിനിറ്റ്. ഈ 400 മിനിറ്റിനെ നമുക്കൊന്ന് മണിക്കൂറാക്കാം ഇനി. അപ്പൊ ഇത് കിട്ടും. എന്തായാലും ഞാൻ പറയുക 400 മിനിറ്റ് എത്ര മണിക്കൂർ എത്ര മിനിറ്റും ഉണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം പറഞ്ഞ മനസ്സിലായോ? അപ്പൊ 400 മിനിറ്റ് എത്ര? 60 അടങ്ങും. അത്രയും മണിക്കൂർ കാണും. നിങ്ങൾ മിനിറ്റിനെ ശ്രദ്ധിക്കണേ. മിനിറ്റിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മണിക്കൂറാവും. അപ്പൊ ഇവിടെ 400 മിനിറ്റാ ഉള്ളത്. 400നെ നിങ്ങൾ 60 കൊണ്ട് ഹരിക്കുക. 6 6 36 360 ബാക്കി 40. ഓക്കെ, അപ്പൊ 400ൽ എത്ര 60 അടങ്ങും? 6. അപ്പൊ 6 മണിക്കൂറും ബാക്കി വല്ലതും അവശേഷിച്ചോ? ഉണ്ട്. 40 മിനിറ്റും ഉണ്ട്. യഥാർത്ഥത്തിൽ 400 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറും 40 മിനിറ്റുമാണ്. 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു 6 360 മിനിറ്റ് പ്ലസ് 40 മിനിറ്റ്. 360 പ്ലസ് 40 400 മിനിറ്റ്. എളുപ്പമല്ലേ? അപ്പൊ 60 മണിക്കൂർ 40 മിനിറ്റ് എന്ന് വരും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ഉത്തരം. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് ഡിവൈഡ് ബൈ വൈ ദ ഹോൾ റേസ്റ്റ് 12 ഇൻറ്റു വൈ റേസ്റ്റ് 24 ഇൻറ്റു ഇസഡ് ക്യൂബ് ദ ഹോൾ റേസ്റ്റ് 4. ഇതിന്റെ വില എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും കിടപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇവിടെ ഒരു ഇസഡേ വന്നിട്ടുള്ളൂ. എക്സും ഒരെണ്ണേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എക്സ് ഇവിടെ ആൾറെഡി ഒരെണ്ണേ വന്നിട്ടുള്ളൂ. അപ്പൊ എക്സിന്റെ പവർ 12 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ എക്സും വൈയും ഇസഡിന്റെ റേസ്റ്റ് 6 ഉള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ എക്സിന്റെ പവർ 6. ആൾറെഡി നമ്മുടെ ചോദ്യം എക്സ് 12 എണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെ എക്സ് 12 വരുന്നത് ഏത് ഓപ്ഷനാണെന്ന് നോക്കിയാൽ മതി. എക്സ് 12 വരുന്നത് ഈ സി മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഓപ്ഷൻ സി ഉത്തരം. അല്ലെ തന്നെ നിങ്ങൾ ഇസഡിന്റെ പവർ നോക്ക്. ഇസഡ് ക്യൂബ് റേസ്റ്റ് 4. അപ്പൊ ഈ 3 പവറിന്റെ ഒരു ഹോൾ പവർ വന്നാൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 4 12. അപ്പൊ ഇസഡിന്റെ റേസ്റ്റ് 12 വരുന്നത് ഈ ഓപ്ഷനിൽ മാത്രമല്ലേ ഉള്ളൂ. ഇതിന് 3നും 12 കോമൺ പവറാണ്. ഓക്കെ, 3നും അത് ബാധകമാണ്. അപ്പൊ ഓപ്ഷൻ സി കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ.
എന്നാലും ഞാൻ ഇതൊന്ന് സോൾവ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ x/y ദ ഹോൾ റൈസ് 12 നമുക്ക് ഇങ്ങനെ എഴുതാം, x/12/y/12 ഇൻറ്റു y/24 നിങ്ങൾക്ക് y/24 എന്ന് തന്നെ എഴുതാം. z ഈ 3 4 മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു പവറിന് ഹോൾ പവർ വന്നാൽ ആ രണ്ട് പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 × 4 12 എന്ന് കിട്ടും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, y/24 ഡിവൈഡ് ബൈ y/12 ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. a/m ഡിവൈഡ് ബൈ a/n എന്ന് പറഞ്ഞാൽ a/m-n. അപ്പം x/12 ചെയ്യാൻ വേറെ ആളില്ല, പക്ഷെ y/24 ഇവിടെ കിടപ്പുണ്ട്, y/12 ഉണ്ട്. അങ്ങനെ ഈ 24 ന്ന് 12 കുറച്ച് എഴുതിയാൽ പോരെ, പവറുകൾ തമ്മിൽ കുറയ്ക്കണ്ടേ, m ന്ന് n കുറച്ചല്ലേ അവിടെ എഴുതുന്നത്. അപ്പൊ 24 ന്ന് 12 കുറച്ച് എത്ര, 12 ഇൻറ്റു z/12. അപ്പൊ x-നും y-ക്കും z-നും റൈസ് 12 ഉണ്ട്. അപ്പൊ നമുക്ക് കോമൺ പവർ ആക്കാം, x/y/z ദ ഹോൾ റൈസ് 12. ഓക്കെ, ഓപ്ഷൻ സി ഉത്തരം. ഇത്രയേ ഉള്ളായിരുന്നു, വളരെ സിമ്പിൾ ആണ്, തീർന്ന്. അതിന് മുമ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ പറയണോട്ടെ. ഇതിനകത്ത് കലണ്ടറിന്റെ ക്വസ്റ്റ്യനകത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലപ്പോഴേ കാണും. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇനി ഒന്നിരുന്നാൽ മതി, അല്ലെങ്കിൽ നിർത്തിക്കോ, ഒരു കുഴപ്പമില്ല. സംഭവം കഴിഞ്ഞ് എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിർത്തിക്കോ. ഒരു കാര്യം പറയട്ടെ, ഒറ്റ പോയിന്റ്. 10 മെയ് മാസം 10 2021 തൊട്ട് ഒരു മാസം കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാണെന്ന് അറിയാമോ? നെക്സ്റ്റ് മാസം, അതായത് മെയ് കഴിഞ്ഞ അടുത്ത ജൂൺ 10 ആവുമ്പോഴല്ല ഒരു മാസം ആവുന്നത് കേട്ടോ, എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. 2021 മെയ് 10 തൊട്ട് 2021 അടുത്ത ഈ വർഷം ഇവിടെ ആവശ്യമില്ല. ഒരു മെയ് 10 തൊട്ട് മെയ് കഴിഞ്ഞ ജൂൺ 10 വരെ ഒരു മാസമല്ല, മെയ് 10 തൊട്ട് ജൂൺ 9 വരെ വരപ്പോഴാണ് ഒരു മാസം ആവുന്നത്. ഓക്കെ, വീണ്ടും ഒന്നുകൂടെ, ഓഗസ്റ്റ് 20 തൊട്ട്, ഓഗസ്റ്റ് കഴിഞ്ഞ തൊട്ടടുത്ത ആളാരാ, സെപ്റ്റംബർ 19 വരെ വരപ്പോഴാണ് ഒരു മാസം ആവുന്നത്. ക്ലിയർ ആണേ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇനി അടുത്ത വീണ്ടും ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ മാസം കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഓഗസ്റ്റ് 20 തൊട്ട് സെപ്റ്റംബർ 19 വരെ ഈ ഡേറ്റിന്റെ പ്രീവിയസിൽ എത്തപ്പോഴാണ് ഒരു മാസം കംപ്ലീറ്റ് ആവുന്നത്. യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 20 തൊട്ട് സെപ്റ്റംബർ 20 വരെ ആവുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാസവും ഒരു ദിവസവും ഉണ്ടായിരിക്കും. ചുമ്മാ മനസ്സിൽ വെച്ചേക്ക്, എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഒറ്റ പോയിന്റ് പറഞ്ഞോട്ടെ, 2010 മെയ് 14 തൊട്ട് 2011 മെയ് 14 വരെ ആവുമ്പോൾ, 2010 മെയ് തൊട്ട് 2011 മെയ് 14 വരെ ആവുമ്പോൾ ഒരു വർഷമല്ല, ഒരു വർഷം ഒരു ദിവസമുണ്ട്. അതായത് 2010 മെയ് 14 തൊട്ട് 2011 മെയ് ഇതിന്റെ പ്രീവിയസ് തീയതി 13 വരെ ആവുമ്പോഴാണ് ഒരു വർഷം ആവുന്നത്. ഒരു വർഷം. അത് എക്സാമ്പിൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2015 ജനുവരി 1 തൊട്ട് 2016 ജനുവരി 1 വരെ യഥാർത്ഥത്തിൽ ഒരു വർഷവും ഒരു ദിവസവും കൂടി ഇല്ലേ? ഒരു കലണ്ടർ പൂർണ്ണമായിട്ടുണ്ട്, അടുത്ത കലണ്ടറിന്റെ ഒരു ദിവസവും കൂടെ വരുന്നില്ലേ? അപ്പൊ 2015 ജനുവരി 1 തൊട്ട് 2016 ജനുവരി 1 വരെ യഥാർത്ഥത്തിൽ ഒരു വർഷവും ഒരു ദിവസവും. ഓക്കെ, ഇതിന്റെ പ്രീവിയസ് 2015 ജനുവരി 1 തൊട്ട് ഈ 2016 ജനുവരി 1ന്റെ പ്രീവിയസ് ഡേയിൽ എത്തപ്പോഴാ, ഈ ഡേറ്റിന്റെ പ്രീവിയസ് എത്തപ്പോഴാ ഒരു വർഷം കംപ്ലീറ്റ് ആവുന്നത്. ഇതിന്റെ പ്രീവിയസ് ഡേറ്റ് പറ, ജനുവരി 1ന്റെ പ്രീവിയസ് ഡേറ്റ് 2016ന്റെ 2015 ഡിസംബർ 31. 2015 ജനുവരി 1 തൊട്ട് 2015 ഡിസംബർ 31 വരെ ഒരു വർഷം. ഓക്കെ, ഒന്നുകൂടെ ലാസ്റ്റ് പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് ഈ കലണ്ടറിൽ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് മനസ്സിലായില്ലെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് അത് പോയി കണ്ട ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. വ്യാഴം തൊട്ട് നെക്സ്റ്റ് വ്യാഴം വരെ ഒരാഴ്ചയല്ല, ഈ വ്യാഴം തൊട്ട് അടുത്ത വ്യാഴം വരെ ഒരാഴ്ചയല്ല, ഒരാഴ്ച ഒരു ദിവസവും കൂടാ. എപ്പോഴും വ്യാഴം തൊട്ട് അതിന്റെ പ്രീവിയസ് ഡേ നെക്സ്റ്റ് ബുധൻ വരെ ആവുമ്പോഴായിരിക്കും ഒരാഴ്ച വരുന്നത്. ഒന്ന് എണ്ണി നോക്കിയാലോ. വ്യാഴം, വെള്ളി, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. ഓക്കെ, വ്യാഴം വരെ അപ്പൊ 8 ദിവസമായി പോകും, എന്നുവെച്ചാൽ ഒരാഴ്ച ഒരു ദിവസം. ക്ലിയർ ആണേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വീണ്ടും